ഹായ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ നമ്മുടെ വിനിച്ചേട്ടനുണ്ട്, അൻസിഫുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്സരയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബിഗ് ബോസിലെ ഞങ്ങളുടെ ടണൽ റൂമിലുണ്ടായിരുന്ന ഞങ്ങളുടെ ടണൽ റാണി എന്നല്ല ഞങ്ങൾ വിളിച്ചിരുന്നത് ഞങ്ങളുടെ ബി തള്ളെന്നാണ്. അപ്പോൾ ബി തള്ള അപ്സരയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്സരയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ വെച്ചിട്ടാണ് എൻ്റെ പരിപാടി. ഒരു ചെറിയ പരിപാടിയാണ്, പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഒരു പരിപാടിയാണ്. അവിടെ ആൽബിച്ചേട്ടനും അപ്സരയുടെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വരും. നമ്മുടെ ബിബിനുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ അവിടെ എത്തും. കുറേ ആൾക്കാർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നേ ഉള്ളൂ, ഫാമിലിയൊക്കെ ആൾക്കാർ കാണുന്നു, അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളവിടെ പോയി ബാക്കി വിശേഷങ്ങളെല്ലാം തന്നെ അവിടെ എത്തിയതിനു ശേഷം പറയാം. പോകുന്ന വഴിക്ക് നമ്മുടെ നിഷാനെ നമുക്ക് പൊക്കാനായിട്ടുണ്ട്. ആലുവയിൽ നിന്ന് നിഷാനെ നമ്മളോട് ജോയിൻ ചെയ്യും. നിഷാനെ ആലുവയിൽ നിന്ന് പൊക്കിയിട്ട് ബാക്കി വിശേഷം പറയാം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഡയറക്റ്റ് അവിടെ എത്തും. എന്തായാലും നമുക്ക് നിഷാനെ പൊക്കാം. അങ്ങനെ നമ്മുടെ നിഷാനെ വണ്ടി കയറല് എന്റെ പഴയ പരിപാടി ഞാൻ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. നിഷാനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിഷാനെ ഞങ്ങള് കൊച്ചിയിൽ നോക്കി ജിമ്മി കയറണം. നിഷാന്റെ ഫ്രണ്ടുണ്ട് നമ്മുടെ കൂടെ. ചായ കൊടുത്തേ നിഷാന തപ്പിനുണ്ട്. അപ്പൊ നമ്മളിനി ഓക്കെ ബ്രോ അപ്സരൊക്കെ പോകുന്ന വഴിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. ഒരു ട്രോഫി വാങ്ങിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ട്രോഫി വാങ്ങിച്ചിട്ട് അപ്സരയ്ക്ക് PV6ന്റെ ഏറ്റവും മികച്ച ക്യാപ്റ്റനുള്ള അവാർഡ് കിട്ടിയതിന് ഒരു ട്രോഫി വാങ്ങിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? പോയോ? അവളുടെ ഫാൻസ് ആണ്. നിഷാനയുടെ ഫാൻസ് ആരോ ഫ്രണ്ട് വന്നിട്ടുണ്ട്. വെയിറ്റ് ഫാൻസ് പോവുകയാണ്. നിഷാന ഫാൻസ് ആണോ? ഇവരിവിടെ വന്നോ? കേരളത്തിൽ വന്നാൽ ഇവരെ കൊണ്ട് തോറ്റ്. ഇവര് നമ്മുടെ ആരെ കണ്ടാണോ ഞങ്ങൾ പേടിച്ചത് അവരെ കാണിച്ചേ. ഞങ്ങളെ പേടിച്ച ആൾക്കാര് ഇവന്മാരെവിടെ പോയാലുണ്ട്. ബിഗ് ബോസിനെ പറ്റി അഭിപ്രായം പറ. നമ്മുടെ സോഷ്യൽ മീഡിയ ടീംസ് എല്ലാരും ഉണ്ട്. അവരും അപ്സരയുടെ പരിപാടിക്ക് അവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു പരിപാടി എന്നാണ് അപ്സര ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ പരിപാടി സംഭവം ഇന്റർനാഷണൽ ലെവലാണ് സംഭവം വന്നിരിക്കുന്നത്. ബിഗ് ബോസിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. അതുകൂടാതെ നമ്മുടെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബിഗ് ബോസും ഉണ്ടാവും. വേണമെങ്കിൽ അവിടെ ചെല്ലുമ്പോ പരിപാടി ഗംഭീരമായിരിക്കും. ചെറിയ സാധനം ആയിരിക്കത്തില്ല. നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം കാട്ടുവട്ടത്തി നമുക്ക് അടുത്തത് നമ്മുടെ എല്ലാരും കട്ട വ്ളോഗ്. അനിയത്തി കുട്ടി എന്തിനാ ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റില്ല? മേക്കപ്പ് കുറഞ്ഞു പോയോ ചേട്ടാ? രഞ്ജന അവര് പരിചയപ്പെടാൻ വേണ്ടി പോണേ. ആരജ് ബ്രോ, സിജോ നല്ലല്ലേ? ഇതാണ് നമ്മുടെ നന്ദൂട്ടന്റെ കൂട്ടുകാരനും PR ആണോ? നിന്റെ PR ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് പെയ്ഡ് PR ആണോ പെയ്ഡ് അല്ലാത്ത PR ആണോ? ഇവിടെ കൊണ്ട് എത്ര നേരമായി റോഡ് നിൽക്കാൻ തുടങ്ങി? 1 നേരമായ. അപ്പൊ ഞങ്ങള് ഇവിടെ നന്ദൂട്ടനെ പൊക്കിയിട്ടുണ്ട്. നന്ദൂട്ടൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജാനു വരാനുണ്ട്, സായി വരാനുണ്ട്, പിന്നെ ആരെങ്കിലും വരാനുള്ളത്? പൂജ വരാനുണ്ട്. പൂജ അറിയില്ല. നീ ബ്ലോഗാണോ? ഫുള്ള് ബ്ലോഗ് ടീംസ് ആണ്. അയ്യോ
നിന്റെ ചാനലിന്റെ പേരാണോ? നമുക്ക് നന്ദൂട്ടിനെ എവിക്ട് ചെയ്യാം. നമുക്ക് നന്ദൂട്ടിനെ എവിക്ട് ചെയ്തിട്ട് കൊണ്ടുപോവാം. ആരോ ഏതാണ്ട് പിള്ളേർ വന്നിരിക്കുന്നു. ആറത് ഹായ് ബ്രോ. കേട്ടില്ല. ആയുഷ്. ഓക്കെ, കാണാറുണ്ടോ ബിഗ് ബോസ്? നിങ്ങള് നാട്ടുകാരല്ലേ? ഇവളറിയോ? പേരെന്നാ പറഞ്ഞേ? ആയുഷ്. നീ പാടാ പേരെന്നാ? സച്ചു. നിങ്ങളുണ്ടാകും പോയിട്ടോ. ഓക്കെ, അപ്സര വിളിക്കുന്നുണ്ട്. അപ്സരക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതേ നന്ദൂട്ടം പറഞ്ഞതനുസരിച്ച് മോൻ ഇങ്ങോട്ട് നോക്കിയേ, ഞങ്ങളൊരു മാളിലേക്ക് വരികയുണ്ടായി. പക്ഷെ എല്ലാ സ്ഥലവും കൃത്യമായിട്ട് അറിയാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊരു ഉണ്ട അറിയത്തില്ലെന്ന് മനസ്സിലായി. ഒരു ഉണ്ട കിട്ടാൻ ഞങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു. അവള് തിരിച്ചിറങ്ങിപ്പോയിരുന്നു. ഞങ്ങള് ഒരു മാളിൽ നിന്ന് ഈ നന്ദന പറഞ്ഞിട്ട് ഞങ്ങളൊരു മാളിൽ കയറി ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട്. അവിടെ നടന്നില്ല, എവിടെ നിക്കി. എന്നിട്ട് ഈ സാധനത്തിന് ഇപ്പോഴും വഴി പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇവള് ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എന്തോ ആയിക്കോട്ടെ, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ വിവരങ്ങളാണ് കാണിച്ച്. എന്റെ പെൺകൊച്ച്, നീ ആദ്യം വഴി പറയാനായിട്ടന്ന് പഠിക്കാദ്യം. ആരുടെ വീട്ടിലൊക്കെ അവള് വഴി എന്ന് പറഞ്ഞ് കേട്ടുന്നത് നോക്കില്ലേ? ഏതൊരു ഒരു സ്ഥലം. നന്ദന എന്ന് പറയുന്ന ഈ സാധനത്തിന് ബിഗ് ബോസിനകത്ത് വെച്ചതിന് കിളിയില്ല. അപ്പൊ തന്നെ ഒരു 10% കിളിയുള്ളൂ. എന്താ പറയുന്നത്, ആരത്താ പറയുന്നത്, എപ്പോഴാ പറയുന്നത് ഒരു ബോധമില്ലാത്ത ആളായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞു അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ആരാ വിളിക്കുന്നത്? ആരാ ശോഭയുടെ മുത്തല്ല. സായി നമ്മുടെ സായാണ് ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നത്. സായോടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മള് നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്സരയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം. യെസ്. അപ്സരത്തല്ലേ? ബർത്ത്ഡേ വിഷസ് പറയാൻ പ്രത്യേക സ്വാഗതം. എടാ നിർത്തല്ലേ ഗബ്രി. അങ്ങനെ ഞങ്ങളുടെ പെങ്ങളൂട്ടി കോമ്പോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്. അവസാനിച്ചല്ലോ. വിളിച്ചില്ല. അതെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് നന്ദനൂട്ടിയുടെ ഭാവി ഭർത്താവായിട്ടുള്ള ഭാവി ഭർത്താവ് ജിത്തുബായ്, നിങ്ങൾ നന്ദനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകണമെന്നുള്ള ഗോസിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര വൈറലാണ്. എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? ആരുടെ തെറ്റിദ്ധാരണ? നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ആങ്ങളമാരാക്കുക. പെങ്ങളൂട്ടി ഉപേക്ഷിച്ച് നിങ്ങൾ പാട്ട് പാടരുത്. നിതീഷ് ചേട്ടന്റെ നാട്ടിൽ വന്നിട്ട് അല്ല, പാതിരാത്രി പോട്ടെ. എന്നാണ് ഡേറ്റ് പറ. തെളിവാണ്. എന്നാ അടിച്ചു പൊളിക്കാം നമുക്ക്. ഫസ്റ്റ് വീക്കിൽ നിർഭാഗ്യം എന്നല്ല പറയേണ്ടത് അല്ലേ, അവിടെ ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചൊരു മുതലാണ് എൻ്റെ കൂടെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ഈ മനുഷ്യൻ അവിടെ പോകുന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം അവിടെ നിൽക്കേണ്ട ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും എഗെയിൻ പറയുകയാണ്, പോകേണ്ട ഒരാളെ ആയിരുന്നില്ല. നല്ലൊരു അതായത് BB മെറ്റീരിയൽ ആയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പൊളി പൊളിക്കാൻ നമ്മളൊരു പൊളി പൊളിച്ചത് ഉണ്ടായിരുന്ന സമയം നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതെ അപ്പോൾ തുടർന്ന് നമുക്ക് പൊളിക്കാമായിരുന്നു. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ കാട്ട് നീക്കാത്തൊരു ഒരു തീയെങ്കിലും എനിക്ക് ഇടായിരുന്നു. ചെറുതായി ഇട്ട് തരുമായിരുന്നു. അങ്ങോട്ടും വീണ്ടും നടന്ന് കത്തിക്കായിരുന്നു. അനു പോവാണോ? ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിന്റെ ഒഫീഷ്യൽ സുന്ദരി ആയിട്ടുള്ള നമ്മുടെ ഞാനുണ്ട്. അതിനൊപ്പം കൊച്ചിയിൽ വന്നിട്ട് കാണാം. ഓക്കെ, എൻ്റെ വീട്ടിൽ ഞാൻ വിളിക്കാം. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ജാനുവിൻ്റെ ഹൗസ് വാമിങ്ങിന് ഇനി കൊച്ചിയിലേക്ക്
എത്തുന്നതായിരിക്കും. ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിന്റെ ഒഫീഷ്യൽ ചുന്തടിക്കുട്ടി. അപ്സര 2 സ്റ്റെപ്പ് വെക്കോ? സ്നേഹ ഡാൻസ് കളിക്കോ? കളിക്കില്ല? വൈ? ആ, സ്നേഹയും നന്ദൂട്ടിനും അപ്സരയും കൂടെ ഡാൻസ്. കമോൺ കമോൺ. ആ അല്ലല്ല, നിങ്ങൾ 3 പേരും കൂടെ നിങ്ങൾ ഇടക്കിടക്ക് നിങ്ങൾ കയറി പോവൂ. സ്നേഹ ഇടക്ക് പോവൂ. ഭാര്യയെ ഭീഷണിപ്പെടുത്തി ഡാൻസ് കളിക്കുന്ന നമ്മുടെ സാധൻ സായി. അപ്സരയുടെ ബർത്ത്ഡേ പാർട്ടി സമാപിച്ചിരിക്കുകയാണല്ലേ? എന്തിനാണ് എന്റെ വീട്ടിലെന്താണ്? അടുത്ത എന്റെ വീട്ടിലേക്കാ? അപ്സരയുടെ 36. ഓ പിന്നെ എത്രയാ? 53. അല്ലല്ല, ഒറിജിനൽ ആയിട്ട് 1987. സിൻസ് 1987 അങ്ങനല്ലേ? അവിടെ ഒന്നുമില്ല, അവിടെ മത്തിയും കുറച്ച്. ഇവിടെ പിന്നെ തൃശ്ശൂർ വന്നപ്പോഴത്തേക്കും പുഴുത്ത നന്ദനസിയും. ഇതാ നന്ദനസിയും മുളകിട്ടു ഇതേ പോന്ന്. എടാ ഇതിനെങ്ങനെയാ കുഴിച്ചു മൂടുവാണോ അതോ നന്ദനസി ചീഞ്ഞളിഞ്ഞ നന്ദനസി? ഹൗസ് ബോട്ടിൽ അവിടെ ഒന്നും ഇല്ല. അവിടെ വെള്ളപ്പൊക്കവും പ്രളയവും വന്ന് ഞങ്ങള് പാവങ്ങള് പ്രളയവും. അയ്യോ അവിടെ ഒന്നുമില്ല, പക്ഷിപ്പനിയും. അപ്പോ ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് യാത്രയായിയാണ്. അപ്സരയുടെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അതെ മുടിച്ച് പൊടി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പൊ നന്ദനാസി നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത പരിപാടി ഞാൻ അപ്സരയുടെ 35ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട്. അപ്പൊ അപ്പൊ അപ്സര കാണിക്കേ ഇത് ആവുന്നില്ലല്ലോ. അപ്പൊ ഓക്കെ ആൽബിച്ചേട്ടൻ എന്തേ ജിത്തുപോയപ്പോ പിന്നെ നിങ്ങളുടെ കല്യാണത്തിന് കാണാം. ജിത്തുപോയുടെ നന്ദനാസിയുടെയും കല്യാണത്തിന്. മനുഷ്യൻ സ്നേഹ ഓക്കെ പോയിട്ട് വരുവാ. ഓക്കെ ബൈ 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 പോട്ടെ. ഇപ്പം എല്ലാവരും ഞങ്ങൾ പോകണം, യാത്രയൊക്കെ വേണേ. അല്ല ഞങ്ങൾ യാത്ര പോകുന്നു. ഇവിടെ തന്നെ നിന്നു. നിഷാന വരുന്നില്ല? ഓക്കെ ബ്രോ, ഞങ്ങൾ പോവാ. ഓക്കെ ഓക്കെ ഓക്കെ. നിഷാന നീ വരുന്നില്ല? അന്ന് നീ ഇവിടെ തന്നെ, ഞങ്ങൾ പോണേ. പോടാ. ഇപ്പോ ആൽബിച്ചേട്ടൻ ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് ഇനി വരണം, കടിച്ചു പൊളിക്കുക. അതെ അതെ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് സിജോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആലപ്പുഴയിൽ വരുന്നതാണ്. അപ്പൊ ആലപ്പുഴയിൽ ഓൾറെഡി നമുക്ക് കുറെ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഒരു ചില സുഹൃത്ത് ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. രാത്രികളിൽ നമ്മൾ അവർക്ക് ഹോട്ടലില്ലാത്ത ദിവസങ്ങളിൽ കിടക്കാറുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. സിജോ പറഞ്ഞുകൊണ്ട് എന്തിനും ഏതിനും ആലപ്പുഴയിൽ ഇനി ഒരുപാട് സ്നേഹം സന്തോഷം ഉറപ്പായിട്ടും. അപ്പൊ ഇനിയിപ്പോ നമ്മള് അടുത്ത പരിപാടിക്ക് ഉറപ്പായിട്ടും കാണും. അപ്പൊ അപ്സരയുടെ ബർത്ത്ഡേ നമ്മളെല്ലാരും കൂടെ അടിച്ച്. എന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ സിജോന്റെ ഭാവി വധുവിനെ പരിചയപ്പെടുത്തി സിജോന്റെ കല്യാണത്തിന് എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. രണ്ടു ദിവസം മുന്നേ നമ്മള് എല്ലാരും കൂടെ ചേർന്ന് അടിച്ച് പൊളിക്കുന്നത്. ഇല്ല ഈ പരിപാടീസ് ഒക്കെ ഒന്ന് തീർന്ന് വായിലെ പ്ലേറ്റ് കൂരി കളഞ്ഞ് ഒരു 1-2 മാസം കൂടെ അത്രേ ഉള്ളൂ. എന്തായാലും ഈ വർഷം ഡിസംബറിന് മുന്നേ എന്തായാലും ഉണ്ടാവും. സിജോ ടോക്സ് നന്നായി പോട്ടെ. ഉറപ്പായിട്ടും. പിന്നെ സിജോന്റെ ടോക്സ് അതെ ഭാവി വധുവിന്റെ അടുത്ത് നന്നായി പോട്ടെ. വീട്ടിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെൽ ഐക്കണും കൂടി അമർത്തിക്കോ.